ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പാ ശരണം, നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ,
जय जय श्री राधेश्याम രാധേശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായ കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് ഒരു ഗൃഹത്തിൽ കൂടി ഇരുന്ന് സത്സംഗത്തിലിരിക്കാൻ സാധിച്ചു. ഓരോ ഗൃഹത്തിലും നാമജപം എന്ന് വെച്ചാൽ ആ ഓരോ ഗൃഹത്തിൻ്റെയും പുണ്യമാണ്. ആ ഗൃഹത്തിൽ നാമം ജപിക്കാനായിട്ട് ഇതുപോലെ സജ്ജനങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ അത് ആ ഗൃഹത്തിലുള്ള ആ ഗൃഹത്തിൻ്റെ തന്നെ ഒരു പുണ്യമാണ്. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, ഇരുന്നോളൂ. അവിടെ ഇരിക്കുക, കസാരയും ഇരിക്കൂ, ഇനിയൊന്നും വേണ്ട, അവിടെ ഇരിക്കും. അതും ഇവിടെ പ്രധാനം എന്താണെന്ന് വെച്ചാൽ സത്സംഗത്തിൽ ഇരിക്കുമ്പോൾ അതിലാണ് പ്രധാനം. തീർച്ചയായിട്ടും അത് മനസ്സിലെടുക്കുക. ഒരു കാര്യം പറയണുണ്ടെങ്കിൽ മഹാത്മാക്കളായിട്ടുള്ളവര് പറഞ്ഞു തന്ന കാര്യങ്ങള് അതുപോലെയാണ്. അവര് പറയണത് എന്താണെന്ന് വെച്ചാൽ വിളക്ക് കൊളുത്തി വെച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആ വിളക്ക് കെടുണ്ടോന്ന് പോലും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കാരണം അത്രയും ഈശ്വരനെ മുന്നിലിരുത്തിയിട്ട് നിങ്ങളെ ആരെങ്കിലും ഒരു വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് നിങ്ങളെ മുന്നിൽ വെച്ചിട്ട് നിങ്ങളുടെ മുന്നിലിരുന്നിട്ട് നിങ്ങളെ അവഗണിച്ചിട്ട് മറ്റുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എത്ര വിഷമം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഈ സാക്ഷാൽ പ്രധാന പുരുഷേശ്വരനായ ഭഗവാന്റെ മുമ്പിൽ ഇതൊന്നും അതിലെ മഹത്വമില്ല. അത് ഞാൻ എപ്പോഴും പറയണ്ടല്ലോ. ഇവിടെ ഈ വയ്ക്കണത് എന്നൊക്കെ പറയുന്നത് ഇതൊന്നുമില്ല. ഇതൊരു സമർപ്പണം പോലെ നമുക്ക് ചെയ്യാം. അതാ പറഞ്ഞ ഒരു ഗ്ലാസ് വെള്ളമേ ഉള്ളൂ, അത് സമർപ്പിച്ചാൽ മതി. അത് തീർത്ഥം പോലെ നമുക്ക് കഴിക്കാം. നമുക്ക് നമ്മളുടെ ഈശ്വരൻ നമുക്ക് എങ്ങനെയാണ്, നമുക്ക് എത്ര കൊടുത്താലും മതിയാവില്ല ഭഗവാന്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരുക്കണത്. അല്ലാണ്ട് അതിലൊന്നും നമ്മൾ മനസ്സ് അതിൻ്റെ ഉള്ളിലല്ല വെക്കേണ്ടത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ സത്സംഗത്തിലിരിക്കാൻ ഇത്രയും മഹത്തായിട്ടുള്ളൊരു അനുഗ്രഹം തന്നിട്ട് അത് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താ ഫലം? ഇവിടെ പറയണതൊന്നും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല, അതുപോലെ പ്രവർത്തിക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പിന്നെ പ്രയോജനമില്ല. അപ്പോൾ ഓരോരുത്തർക്കും ആ അനുഭവം ഉണ്ടാവട്ടെ എന്നുള്ള അത്രയും മനസ്സ് വച്ചുകൊണ്ടാണ് അങ്ങനെ പറയണത്. അല്ലാണ്ട് കളിക്കാനോ അതിനുള്ള സ്ഥലമല്ല. ഇവിടെ ഒരു കാര്യം പറയുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവാന്റെ കഥകൾ പറയാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഭഗവാൻ തന്നെയാണ് ഇവിടെ ഇരുന്ന് പറയണത്. അപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്ന ഓരോ വാക്കുകളും ഈശ്വരൻ്റെ വാക്കുകളാണ്. അപ്പോൾ അതിനെ നിഷേധിക്കരുത്, നിഷേധിക്കാൻ പാടില്ല അതിന്. അത് ഞാൻ പലതവണ, ഇപ്പോഴല്ല, അത് പലതവണ, കാരണം നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു പ്രവണതയാണ്. പലതവണ ഞാനത് പറയാറുണ്ട്, പല സന്ദർഭങ്ങളിലും പറയാറുണ്ട്. പക്ഷെ അതിനെ വേണ്ടതുപോലെ ഉൾക്കൊള്ളണം. കാരണം എല്ലാം നമ്മൾ ഇത്രയും മഹത്തായിട്ടുള്ളൊരു സത്സംഗം നമുക്ക് കിട്ടാനായിട്ട് ഭഗവാൻ ആ കാരുണ്യം തന്നു. നമ്മളൊന്ന് 2-3 വർഷങ്ങൾക്ക് പുറകിലേക്കൊക്കെ പോയി നോക്കൂ. നമുക്ക് ആർക്കെങ്കിലും ഈശ്വരനെ പറ്റി എന്തെങ്കിലും അറിയോ? അമ്പലത്തിൽ പോകും, നാമം ജപിക്കുന്നല്ലാണ്ട് ഇത്രയ്ക്കും മാനസികമായിട്ട് ആ ഗുരുവായൂരപ്പനോട് നമ്മൾ അടുത്തിട്ടുണ്ടായിരുന്നു ഇല്ല. അപ്പം ഗുരുവായൂരപ്പൻ തന്നെയാണ് നമ്മളെ ചേർത്തടിപ്പിക്കുന്നത്. അപ്പം അത്രയും നമ്മൾ ശ്രദ്ധിക്കാണ്ടിരുന്നപ്പോൾ കൂടി ഭവസാഗരത്തിൽ മുങ്ങി നീന്തുമ്പോൾ ഞങ്ങൾ നിന്നെ മറന്നാലും ഞങ്ങളെ നിത്യം കാത്തു രക്ഷിക്കും ഭഗവാനേ കൃഷ്ണ കൈതൊഴാം. നമ്മളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന അത്. കാരണം നമ്മൾ ഈ ഭവസാഗരത്തിലെ ഈ ജീവിത പ്രാരാബ്ധങ്ങളിലെ ഈ കാണുന്നതൊക്കെ സത്യം എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ നേടാനുള്ള നെട്ടോട്ടത്തിൻ്റെ ഇടയ്ക്ക് ഈശ്വരനെ പലപ്പോഴും മറന്നുപോയി. എപ്പോഴെങ്കിലും ഒരിക്കലും നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ഈശ്വരനെ ആശ്രയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഈശ്വര പ്രേമത്തോട് കൂടിയിട്ട് നമ്മൾ ഇത്ര കാലം ഈശ്വരനെ ആശ്രയിച്ചിട്ടുണ്ടോ? എല്ലാവരും മനസ്സിലിരുന്ന് ചിന്തിച്ചാൽ മതി. അവനവൻ്റെ മനസ്സിലൊന്ന് അതിനെ പറ്റിയിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ. സ്വയം ഒന്ന് ആത്മപരിശോധന ചെയ്ത് നോക്കൂ. ഈശ്വരനോടുള്ളൊരു ഇഷ്ടത്തോടു കൂടിയിട്ടാണോ, പ്രേമത്തോടു കൂടിയിട്ടല്ല. പലതിനും വേണ്ടി നമ്മൾ ഈശ്വരനെ ആശ്രയിക്കണം. അത് വേണ്ടാന്നല്ല, വേണം. ആ പലതിനും വേണ്ടി നമ്മൾ ഈശ്വരനെ വേറെ ആരെയും ആശ്രയിക്കാതെ കണ്ട് ഈശ്വരനെ ആശ്രയിച്ചതിൻ്റെ വാത്സല്യമാണ് ഈശ്വരൻ. ആ ഈശ്വരൻ്റെ മഹത്വത്തെ നമുക്ക്
അല്പമെങ്കിലും പകർന്നു തരാൻ തയ്യാറായിട്ടതാ. എപ്പോഴും പറയും ഇതൊരു മഹായജ്ഞമാണ്, നിസ്സാരക്കളിയല്ല അത്. ഈ ഓരോ സത്സംഗവും അത്രയും മഹത്തായതാണ്. അതിനെപ്പറ്റി നമുക്ക് അറിവില്ലാത്തത് കൊണ്ട്, നമുക്ക് അതിൻ്റെ ഒരു മഹത്വം മനസ്സിലാവാത്തത് കൊണ്ടാണ്. നമ്മൾ അത് മനസ്സിലാക്കണമെങ്കിൽ അത്രയും ആത്മാർത്ഥമായിട്ട് ഇരുന്ന് നാമം ജപിക്കുക തന്നെ വേണം, അല്ലാണ്ട് സാധിക്കില്ല. മനസ്സിൽ പല വിധത്തിലുള്ള ഭാവങ്ങൾ വരും. നാമം ജപിക്കുമ്പോൾ ഇഷ്ടത്തോടു കൂടി നാമം ജപിച്ചാൽ അപ്പോൾ നമ്മളിത് ആ ഭഗവാന്റെ കൂടെയാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് അതിൽ നിന്ന് മനസ്സ് വ്യതിചലിച്ചിട്ട് മറ്റു ചിന്തകൾ വന്ന് ഇതെപ്പോഴാണോ തീരുക എന്നുള്ളൊരു ഭാവം വരുമ്പോൾ നമ്മൾ ഈശ്വരനിൽ നിന്ന് മനസ്സകന്നു. പിന്നെ കുറേ കഴിയുമ്പോൾ അത് തീരാത്തതിലൊരു വ്യഥ വരുമ്പോൾ അപ്പോൾ നമ്മൾ ആ തമോ ഗുണത്തിലേക്ക് പോവുക ചെയ്യണത്. അപ്പോൾ ഇവിടെ ഇരിക്കാൻ ഒരു മണിക്കൂർ ഇതിലെന്ന് പറയുമ്പോൾ നമുക്ക് മറ്റതെല്ലാം ഒഴിവാക്കി ഇരിക്കാനുള്ള ഒരു മനസ്സാന്നിധ്യം പോലും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് മനസ്സ് നിറഞ്ഞിട്ട് ആ കുറൂരമ്മയുടെ അമ്പലത്തിൽ ചെന്നിരുന്നപ്പോൾ ആ പുണ്യക്ഷേത്രത്തിൻ്റെ മഹത്വം കൊണ്ട് നമുക്ക് ആ ഒരു മണിക്കൂർ നമുക്ക് ഒന്നും അറിയാണ്ട് നമ്മളിരുന്നു. ഒന്നും അറിഞ്ഞില്ല, ഇടി വെട്ടിയത് പോലും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളവിടെ ഇരുന്നു. പക്ഷേ അതുപോലെ ഒരു പക്ഷേ എല്ലാ ദിക്കിലും നമുക്ക് ആ ഒരു അനുഭവം ഉണ്ടായിരുന്നു വരില്ല. അപ്പം നമുക്ക് എന്താണ്, ഒരു തവണ ഭഗവാൻ അങ്ങനെ ഒരു അനുഭവം തന്നിട്ടുണ്ടെങ്കിൽ ഓരോ സത്സംഗത്തിലിരിക്കുമ്പോഴും നമ്മൾ കൊതിക്കണം, ഭഗവാനെ അതുപോലെ ഒരു അനുഭവം ഉണ്ടാക്കിത്തരണേ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടാക്കിത്തരണേ എന്ന് പറയും. അതാണ് പ്രാർത്ഥിക്കേണ്ടത്. ഈശ്വരാനുഭവത്തിന് വേണ്ടിയിട്ടാണ്, ആ കൃഷ്ണനെ അനുഭവിക്കാറാവണം. അതിനു വേണ്ടിയിട്ടാണ്. നമ്മുടെ പല വിധത്തിലുള്ള നമുക്ക് തോന്നില്ല, നമുക്ക് ആ ഒരു അഹംബുദ്ധി ഉണ്ട് എന്നുള്ളത് നമുക്ക് തോന്നില്ല, അറിയില്ല നമുക്ക്. അതാണ് കാളിയമർദ്ദനം കഥയൊക്കെ ഭാഗവതത്തിൽ പറയണ്ടത്. എങ്ങനെയാ കാളിയമർദ്ദനം? ആ ഉയരുന്ന ഓരോ ശിരസിലും കയറിയിട്ടത് ആ ഭഗവാൻ തൻ്റെ തൃപ്പാദം വെച്ച് താഴ്ത്തി ആ അഹങ്കാരത്തെ നശിപ്പിക്കുന്ന കഥയാണ്. പഞ്ഞം കൊണ്ടുള്ളുകാളുന്നളവില സുധാമാവിനെ പുൽകിയോനെ, കുഞ്ഞാത്തോലൻ കരിയുടയ കലം തന്നിലും തുള്ളിയോനെ, ഇഞ്ഞാനെന്നുള്ള ഭാവക്കറയധികതരം പൊണ്ടു മാലാണ്ടുപോമൻ, നെഞ്ഞാം രംഗത്ത് തങ്കത്തളകളിളക്കി നീ നിത്യവും നൃത്തമാടൂ. നമ്മുടെ ഹൃദയ പത്മത്തിലാണ് ഭഗവാൻ കാളിയമർദ്ദനം ചെയ്യണത്. നമ്മളോടുള്ള കാരുണ്യം കൊണ്ട് ഏതെങ്കിലും വിധത്തിൽ അതൊന്ന് താഴ്ത്തുമ്പോൾ ആ ഭഗവാൻ അത് താഴ്ത്തണ്ട, അത് വേണ്ട. അപ്പോൾ ഭഗവാന്റെ ഒരു വാക്കുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. എങ്കിലേ നമുക്ക് എവിടെ ഇരിക്കുകയായാലും നമ്മൾ മനസ്സുകൊണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആരുടെ മുമ്പിലായിരിക്കണത്? ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുമ്പിലായിരിക്കണത്. അവിടെ വേറെ ഒന്നും നമ്മൾ നോക്കാൻ പാടില്ല. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ മുന്നിൽ പറയാനിരിക്കുന്ന ആളോ അത് നമ്മുടെ മുന്നിൽ കേൾക്കാനിരിക്കുന്ന ആളോ ഇല്ല. നമ്മൾ ആരുടെ മുമ്പിലാണ്? പറയാനിരിക്കുന്ന ആളായാലും കേൾക്കാനിരിക്കുന്ന ആളായാലും ഗുരുവായൂരപ്പൻ്റെ അടുത്തായിരിക്കണത്. പിന്നെ ആ പറയണതെല്ലാം ഉള്ളിലിരുന്നിട്ട് എല്ലാവർക്കും ഉള്ളിലാത്മാവായി വിളങ്ങും കൃഷ്ണനീവിധം ആ ഭഗവാൻ കൃപ കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പം അതിനെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കണം. അത് സാധിക്കണമെങ്കിൽ വളരെ പ്രയാസമാണ്. ഇത് ആരുടെയും ഒരു കുറ്റം എന്ന പോലെയല്ല പറയുന്നത്. നമുക്ക് അറിവില്ല, ആരും നമുക്കിതുവരെ പറഞ്ഞു തന്നിട്ടില്ല, നമ്മളിങ്ങനൊരു സത്സംഗത്തിൽ ഇരുന്നിട്ടില്ല. അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു വിളക്ക് കൊളുത്തി വെച്ച് നാമം ജപിക്കാനിരിക്കുന്നുണ്ടോ? ആ നാമം ജപിക്കാനിരിക്കുന്ന സമയത്ത് ശ്രദ്ധ ഭഗവാനിലാവണം. ബാക്കി എന്ത് തന്നെ ആയിക്കോട്ടെ, ഈ ഒരു 10 മിനിറ്റ് നമ്മൾ നാമം ജപിച്ച് എനിക്കണതിന് മുമ്പ് ഒരു പ്രളയവും ഇവിടെ വരാൻ പോണില്ല. വരികയാണെങ്കിൽ അത് നമ്മുടെ വിധി, അത് വന്നേ ഇരിക്കുള്ളൂ. അത് നമ്മൾ എണീറ്റ് തടഞ്ഞാലൊന്നും നിൽക്കാൻ പോണില്ല. അപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നുമില്ല. പിന്നെ എല്ലാം ആ ഭഗവാനിൽ മനസ്സ് ചേർത്ത് വയ്ക്കണം, നാമം ജപിച്ചുകൊണ്ടിരിക്കണം. അതിനു മുമ്പ് അപ്പുറത്ത് എന്ത് ലഹള നടന്നാലും എന്ത് ബഹളം നടന്നാലും അവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. കാരണം നമ്മൾ ആരുടെ അടുത്തായിരിക്കണേ? ഗുരുവായൂരപ്പൻ്റെ അടുത്തായിരിക്കണത്. അപ്പം അത് ഭഗവാനാണത് ഭഗവാൻ അത് നോക്കും. അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ഈശ്വരനോട് ഓരോ ദിവസവും നമ്മൾ നാമം ജപിച്ചുകൊണ്ട് അടുക്കും തോറും നമ്മൾ ആലോചിക്കുക. നമുക്കെന്നാൽ ഉച്ച നേരത്ത് ഓരോരോ ഗൃഹങ്ങളിലിരുന്ന് ഇതുപോലെ പോയിട്ട് ലോകവർത്തമാനമൊക്കെ പറഞ്ഞൊരു കുടുംബസംഗമൊക്കെ ആയിട്ട് അങ്ങനെയല്ലല്ലോ നമുക്ക് തോന്നിയത്.
ഈശ്വര കഥകൾ പറയാനല്ലേ തോന്നിയത്, ഭഗവാന്റെ നാമം ജപിക്കാനല്ലേ തോന്നിയത്. അപ്പം അതിന് കിട്ടുന്ന ഒരു നിമിഷം പോലും നമ്മൾ പാഴാക്കാൻ പാടില്ല. ഒരു നിമിഷം പോലും നമ്മൾ പാഴാക്കരുത്. അത് നമ്മളുടെ ഓരോരുത്തരെയും ആത്മാവിനെ, നമ്മളെ തന്നെയാണ്. അവനവനെ ഉദ്ധരിക്കാൻ അവനവർക്ക് മാത്രമേ കഴിയുള്ളൂ, വേറെ ആൾക്കും കഴിയില്ല. വേറെ ഒരാൾക്കും പറഞ്ഞ് മനസ്സിലാക്കാനോ എത്ര ശ്രമിച്ചാലും സാധിക്കില്ല. അവനവൻ ഉറപ്പിക്കണം. അത് ഒരു കാര്യം ഒരിക്കൽ പറയുമ്പോൾ അത് തെറ്റ് എന്ന് പറഞ്ഞു തന്നാൽ പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധയോട് കൂടിയിട്ടിരിക്കണം, ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ. ചിലപ്പോൾ പലതവണ ആവർത്തിച്ചതിന് ശേഷമേ അത് ഇല്ലാണ്ടാവുള്ളൂ. കാരണം ഒരുപാട് കാലങ്ങളായിട്ട് നമ്മളുടെ ആ ഒരു സ്വഭാവമാണ് അത്, നമ്മളുടെ സ്വന്തം ഭാവം അതാണ്. ആ ഭാവത്തെ മാറ്റാൻ വേറൊരു വ്യക്തിക്ക് സാധിക്കില്ല. ഇപ്പം എൻ്റെ സ്വഭാവത്തെ മാറ്റാൻ എനിക്ക് സാധിക്കില്ല, എൻ്റെ സ്വന്തം ഭാവം ഇത്. അപ്പോൾ അതുപോലെ വേറൊരാളുടെ സ്വഭാവത്തെ അപ്പം നമുക്ക് മാറ്റാൻ, അവനവനെ മാറ്റാൻ പറ്റില്ല, പിന്നെ വേറൊരാൾക്ക് മാറ്റാൻ പറ്റുമോ? നമ്മളുടെ ആ കണ്ണിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണില്ല, നമ്മളുടെ കാതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണില്ല, നമ്മുടെ നാവിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണില്ല. അപ്പം അവനവനെ പോലും നിയന്ത്രിക്കാൻ പറ്റണില്ലെങ്കിൽ വേറൊരാളെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഒരാൾ വന്ന് നമ്മളെ നേരെയാക്കുന്ന ആരും പ്രതീക്ഷിക്കേണ്ട. ഗുരുവായൂരപ്പന് മാത്രമേ അത് സാധിക്കുള്ളൂ. നമ്മളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത് ഗുരുവായൂരപ്പനാണ്. അപ്പോൾ ഓരോരുത്തരെയും വേണ്ട വിധത്തിൽ എത്തിക്കേണ്ടത് ഗുരുവായൂരപ്പൻ്റെ ചുമതലയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കട്ടെ, ഞാൻ എൻ്റെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ആ ഭഗവാന്റെ തിരുമുമ്പിൽ ഭഗവാന്റെ ആ കഥകൾ കേൾക്കാൻ, ഭഗവാൻ എനിക്കായിട്ട് തരുന്ന കാര്യങ്ങൾ കേൾക്കാൻ, അതിനെ എൻ്റെ ജീവിതത്തിലേക്ക് പകർത്താൻ ഉള്ള ഭാഗ്യത്തോടു കൂടിയിട്ട് കൊതിയോട് കൂടിയിട്ട് ഇരിക്കുകയാണ്. ആ കാരുണ്യത്തിൻ്റെ മുമ്പിൽ എപ്പോഴും നമസ്കരിച്ചുകൊണ്ട് മനസ്സ് ആ ഭഗവാനോട് ചേർത്ത് വച്ചുകൊണ്ട് ഹൃദയം സമർപ്പിച്ചുകൊണ്ട് വേണം ഇരിക്കാൻ. അങ്ങനെ ഇരിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. അങ്ങനെ സാധിക്കുമ്പോഴാണ് നമുക്ക് കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ഭാസതാം പുരതോ മമ. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റിയ ഭഗവാനെ എൻ്റെ മുമ്പിൽ ഒന്ന് വരണേ. ഇന്നലെ ചോദിക്കുകയുണ്ടായി ഈ വരികളുടെ അർത്ഥം എന്താണെന്ന്. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയോ ഇതിൻ്റെ അർത്ഥം? ഈ വരികളുടെ അർത്ഥം, ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം അറിയണവർ പറയണ്ട. ആർക്കെങ്കിലും അറിയോ? ആർക്കും അറിയില്ല. അതിൻ്റെ അർത്ഥം മനസ്സിലാവണമെങ്കിൽ നമുക്ക് അർത്ഥം മനസ്സിലാക്കണം എന്നൊരു ഇഷ്ടം ഉണ്ടാവും അല്ലേ? അപ്പോൾ കുറച്ചൊക്കെ ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തരും. നമ്മൾ ആരോടും ചോദിക്കണേക്കാളും മുമ്പ് ഗുരുവായൂരപ്പനോട് ചോദിച്ചു നോക്കൂ, പകുതിയെങ്കിലും അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കണം അല്ലേ? ആദ്യത്തെ വാക്കെന്താ? കോമളം. കോമളം എന്ന് വെച്ചാൽ എന്താ? കോമളം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയില്ലേ? മനോഹരായത് അല്ലേ? അതെ, മനോഹരായത്. കോമളം എന്ന് വെച്ചാൽ മനോഹരായത്. പൂജേൻ്റെ അർത്ഥം അറിയില്ല, അവിടെ നിൽക്കട്ടെ. പിന്നെന്താ പറഞ്ഞേ? വേണും. അപ്പം എന്താ വേണു എന്ന് വെച്ചാൽ എന്താ? മനോഹരായ ഓടക്കുഴൽ. എന്താണ് ഓടക്കുഴലിൽ കൂടെ മനോഹരാവുക? വേണുഗാനം. അപ്പം എന്താ അപ്പം അതിൻ്റെ അർത്ഥം? കോമളം പൂജയൻ വേണം വെച്ചാൽ മനോഹരമായിട്ട് നമ്മളങ്ങനെ സ്വയം ചിന്തിക്കുക. ഒരു വരി കിട്ടുമ്പോൾ നമുക്ക് അറിയണ വല്ല പദങ്ങളുണ്ടോ അതിലൊന്ന് നോക്കുക. അറിയണ പദങ്ങളുണ്ടെങ്കിൽ അതിനെ വച്ചിട്ട് നമ്മൾ സ്വയം അത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ബാക്കിയൊക്കെ ഗുരുവായൂരപ്പൻ നമുക്ക് മനസ്സിലാക്കി തരും. അപ്പോൾ കോമളം പൂജയൻ വേണു, മനോഹരമായിട്ട് വേണു ഊതുക. ആ ഒരു വരിയുടെ അർത്ഥമാണ്. ആരാ വേണുണ്ടെന്ന്? ശ്യാമളോയം കുമാരക. എന്താ അതിൻ്റെ അർത്ഥം? ശ്യാമളം എന്ന് വെച്ചാൽ എന്താ? ശ്യാമ നിറം, കറുപ്പ് നിറം. അതറിയാം. ആ കറുപ്പ് നിറത്തിൽ ആരാണ് ഊതണത്? ഭഗവാനെ എങ്ങനെയാ ഭഗവാനെ പറഞ്ഞേക്കണേ? കുമാരക. കുമാരൻ എന്ന് വെച്ചാൽ എന്താ? കൊച്ചുകുട്ടി. അതായത് ബാലഗോപാല ചെറിയ ഉണ്ണിയായിട്ട് വേണു ഊതുന്ന കൃഷ്ണനാണ് അത് നമുക്ക് തിരിഞ്ഞു അല്ലേ? ഇനിയുള്ളതാവും ചിലപ്പോൾ ഒത്തിരി പ്രയാസമാവുക. അതെന്താ? ഇതിപ്പോൾ നമ്മൾ സംസ്കൃതം അറിഞ്ഞിട്ടാണോ തിരിഞ്ഞത്? അല്ല, നമ്മളൊന്ന് അതിൽ ശ്രദ്ധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ശ്രദ്ധയോട് കൂടിയിട്ട് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലിരുന്ന് ബാക്കിയൊക്കെ ഈശ്വരൻ പറഞ്ഞുതരും. ഇപ്പോൾ ഈ 2 വരിയുടെ അർത്ഥമേ ഉള്ളൂ നമുക്ക് അറിയണുള്ളൂ. ആ ഒരു 2 വരിയുടെ അർത്ഥം തന്നെ മനനം ചെയ്ത്, ഞാൻ എൻ്റെ അനുഭവമാണ് പറയണത് കേട്ടോ, അത് തന്നെ ഇങ്ങനെ പറഞ്ഞ് നടക്കുമ്പോൾ അടുത്ത വരികളുടെ അർത്ഥം നമ്മുടെ ഉള്ളിലിരുന്ന് ആരൊക്കെയോ പറഞ്ഞു തരും. ആരാ പറഞ്ഞു തരാമെന്നറിയോ? ഗുരുവായൂരപ്പൻ തന്നെയാണ്.
വേദം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ? വേദവേദ്യ പരബ്രഹ്മം എന്ന് വെച്ചാൽ അതാരാന്ന് മനസ്സിലായിണ്ടോ? പരബ്രഹ്മം ആരാ? ഈശ്വരനാണ്. അതായത് എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്ന രൂപഭാവങ്ങളില്ലാത്ത ആ ചൈതന്യമാണ് പരബ്രഹ്മം. വേദം അറിയാലേ? അപ്പം വേദത്തിന് പോലും മനസ്സിലാക്കാൻ പറ്റാത്തതാണ് പരബ്രഹ്മം. അപ്പം നമ്മളെപ്പോലെയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? വേദത്തിലൂടെ പോയിട്ട് പോലും പൂർണ്ണമായിട്ട് ആ ഭഗവാനെ അറിയാൻ സാധിക്കണില്ല എന്ന് വെച്ചാൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം എന്താ ചെയ്യേണ്ടത്? വേദവേദ്യം പരബ്രഹ്മ ഭാസതാം പുരതോ മമ. മമ എന്ന് വെച്ചാൽ എന്താ? എൻ്റെ. ഭാസതാം എന്ന് വെച്ചാൽ എന്താ? ഭാസതാം എന്ന് വെച്ചാൽ പ്രകാശം. പ്രകാശാണ് ഭാസ്കരൻ. സൂര്യൻ്റെ പേരെന്താ? ഭാസ്കരൻ. പ്രകാശിക്കുന്നതുകൊണ്ടാണ് സൂര്യന് ഭാസ്കരൻ എന്ന് പേര്. ഭാസതാം പുരതോ, എൻ്റെ മുമ്പിൽ. പുരതോ വെച്ചാൽ എൻ്റെ മുമ്പിൽ പ്രകാശിക്കണം. അപ്പോൾ എങ്ങനെയാ എന്താ പറഞ്ഞപ്പോൾ വേദങ്ങൾക്ക് പോലും അറിയാൻ പ്രയാസമായിട്ടുള്ള ആ പരബ്രഹ്മമൂർത്തിയായിട്ടുള്ള ഭഗവാൻ എങ്ങനെ എൻ്റെ മുമ്പിൽ പ്രകാശിക്കണം? കോമളം കൂചയൻ വേണും ശ്യാമളോയം കുമാരക. ആ വേണു ഊതുന്ന ആ ഒരു ഉണ്ണിയായിട്ട്, സുന്ദര ബാലനായിട്ട്, ആ ഉണ്ണിക്കണ്ണനായിട്ട്, ബാലഗോപാലനായിട്ട് എൻ്റെ മുമ്പിൽ പ്രകാശിക്കണേ. അങ്ങനെ പ്രകാശിച്ചാലാണ് എനിക്ക് വാത്സല്യത്തോടു കൂടി എടുക്കാനും ഉമ്മ വയ്ക്കാനും താലോലിക്കാനും ആ ഈശ്വരനിൽ അലിയാനും പറ്റുള്ളൂ. അങ്ങനെ സ്നേഹിച്ച് ആ സ്നേഹത്തിൻ്റെ തീവ്രതയിലാണ് നമുക്ക് ഈശ്വരനെയൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുക. അതുതന്നെയാണ് രാസം. നമുക്ക് എല്ലാവർക്കും ആ രാസത്തിൽ പങ്കെടുക്കണമെങ്കിൽ നമ്മൾ ഗോപികമാരെ പോലെ ആയിത്തീരണം. ഗോപികമാരായി തീരണം. നമുക്ക് ഓരോരുത്തർക്കും ഗോപികമാരായിട്ട് തീരണം. ഗോപികമാരെന്ന് വെച്ചാൽ എങ്ങനെയാ? അവരേതേത് പ്രവൃത്തി ചെയ്യുമ്പോഴും എന്താ ചെയ്യുക? ഈശ്വരനെ മാത്രം ചിന്തിക്കില്ല. കൃഷ്ണനെ പറ്റിയിട്ട് എപ്പോഴും ചിന്ത അവർക്ക്. എന്ത് ജോലി ചെയ്യുമ്പോഴും അവർ കൃഷ്ണനെ. അപ്പോൾ ആ കൃഷ്ണനെ പറ്റി അവരിങ്ങനെ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വേറെ ആർക്കെങ്കിലും അറിയോ? അവരിപ്പോൾ എന്താ, നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യണു, നമ്മളെന്താ ചിന്തിക്കണേന്ന് അറിയാം? ആർക്കും അറിയില്ല. അപ്പോൾ ഗോപ്യമായിട്ട് ആരും അറിയാണ്ട് എപ്പോഴും എന്താ ചിന്തിക്കണേ? ആ ക എന്ന് വെച്ചാൽ ബ്രഹ്മം. ഗോപിക. എങ്ങനെ ഗോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിൽ എപ്പോഴും കുടിക്കുക ബ്രഹ്മത്തിനെ, ആ ആനന്ദം അനുഭവിക്കുക. കൃഷ്ണനെ പറ്റി എപ്പോഴും അവർ ആലോചിക്കുമ്പോൾ അവർക്ക് എന്താ ഉണ്ടാവണേ? ആ ഒരു ആനന്ദഭാവം ഉണ്ടാവും അല്ലേ? ആ ആനന്ദഭാവത്തിനെ അനുഭവിച്ചു കൊണ്ട് സദാ ഇരിക്കുന്നവരാണ് ഗോപികമാർ. നമുക്കും ആ ഈശ്വരനെ പറ്റി ചിന്തിച്ച് ഈശ്വരനാമങ്ങൾ ജപിച്ചുകൊണ്ട് ആ ഈശ്വരനെ അതുപോലെ അനുഭവിക്കാൻ പറ്റിയാൽ നമ്മളും ഗോപികമാരായി. അങ്ങനെ നമ്മൾ ഗോപികമാരായി തീർന്നാൽ പിന്നെന്താ? നമ്മളെ ഭഗവാൻ നമുക്ക് എന്താ പിന്നെ ബാക്കിയുള്ളത്? ശരീരബോധം, ഞാനാണ്, എൻ്റെയാണ് എന്നുള്ള ആ ശരീരബോധം ഉണ്ട് നമ്മുടെ ഉള്ളിൽ. ആ ശരീരബോധത്തെ ഇല്ലാണ്ടാക്കണതിൻ്റെ പ്രതീകമായിട്ടുള്ള ലീലയാണ് വസ്ത്രാപഹരണ ലീല. എന്തിനാ നമ്മൾ നല്ല ഭംഗിയിൽ വസ്ത്രം ധരിച്ച് ഏതെങ്കിലും ഒരു നാണം മറയ്ക്കാൻ ആ വസ്ത്രം ധരിക്കണേ? ശരിയെന്ന് എന്തെങ്കിലും ഒരു വസ്ത്രം ധരിച്ചാൽ പോരെ? എന്ത് വസ്ത്രം ധരിച്ചാലും നാണം മറയില്ലേ? എന്തിനാ ഇപ്പം നല്ല പട്ട് സാരികൾ കൊടുക്കണേ? എന്തിനാ നമ്മൾ മുഖത്ത് പൗഡർ ഇട്ട് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ കുത്തണം? എന്തിനാ? ഈ ശരീരബോധം നമുക്കുണ്ട്, അത് നമുക്ക് പോയിട്ടില്ല. ഈ ശരീരബോധം നമുക്കുണ്ട്, അത് നമുക്ക് പോയിട്ട് ആ ശരീരബോധത്തോട് കൂടിയിട്ടാണ് ഈ പ്രവൃത്തി ചെയ്യണത്. ആ ശരീരബോധത്തോട് കൂടിയിട്ട് ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ ശരീരബോധത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് സർവമായിട്ട് ശരണാഗതി ചെയ്യണം. എല്ലാം ഭഗവാന് സമർപ്പിച്ചിട്ട് എത്ര വലിയ സൗന്ദര്യമായാലും ഏതു നിമിഷം വേണമെങ്കിലും നശിച്ചു പോകാവുന്നൊരവസ്ഥയാണ് അല്ലേ? എത്ര സൗന്ദര്യമായാലും നശിച്ചു പോവാം. എത്ര ആരോഗ്യമുള്ള ശരീരമാണെങ്കിലും ഒരു രോഗം കൊണ്ട് നശിച്ചു പോവാം. അപ്പോൾ എത്ര അധ്വാനിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു ഞരമ്പിനെന്തെങ്കിലും വന്നാൽ മതി, ഇതാ കുഴഞ്ഞു വീണു. നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ? ഇന്നലെ വരെ കൈക്കോട്ട് കളിച്ച ആളാണ് ഇന്നിതാ തളർന്ന് കിടക്കണമെന്ന് കേൾക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതാണ്. അപ്പോൾ ഈ ശരീരത്തിനെ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ആ ശരീരത്തിൽ ഞാൻ എൻ്റെ എന്ന് പറഞ്ഞിട്ട് എന്നോട് ബന്ധപ്പെട്ടതിനെ മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ജനന മരണങ്ങളിലേക്ക് ചെന്ന് വീഴാം എന്നല്ലാണ്ട്. അതേസമയം നമ്മുടെ ചിന്തകൾ മുഴുവൻ പ്രവർത്തികളായിക്കോട്ടെ, നമ്മൾ ചെയ്യണ ഒരു പ്രവർത്തിക്കും വിഘ്നം വരുത്തരുത്. അതെല്ലാം ചെയ്യണം. എങ്ങനെ ചെയ്യണം? കയ്യെന്തിനു തന്നു ഭഗവാൻ
നാരായണ പൂജകൾ ചെയ്യാൻ. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഈശ്വര പൂജയായിട്ട് ചെയ്യുക. അതെങ്ങനെയാണ് നമ്മുടെ പ്രവൃത്തികൾ ഈശ്വര പൂജയാവുക? ചെയ്യണ പ്രവൃത്തി ആത്മാർത്ഥമായിട്ട് ചെയ്യുക. വളരെയധികം ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഇഷ്ടത്തോട് കൂടിയിട്ട് ആ പ്രവൃത്തി ചെയ്താൽ അത് ഈശ്വര പൂജയായി. കുഞ്ഞിനെ നോക്കുകയാണോ, ആ കുഞ്ഞിനെ നോക്കുമ്പോൾ നമ്മൾ പറയല്ലേ കുട്ടികളോട്, കുറേ ജോലികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെന്താ കുട്ടികളോട് പറയുക, നിങ്ങൾ വേഗം കുളിക്കുക എടുക്കുക എന്ന് പറഞ്ഞാൽ കുറേ ചീത്ത പറഞ്ഞിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുക. കാരണം എന്താ, അതിൻ്റെ അപ്പുറത്ത് അത് കഴിഞ്ഞിട്ട് വേണം മറ്റത്. നമുക്കിതൊക്കെ ഒരു പ്രാരാബ്ധം പോലെയാണ്. നമ്മളിതിനെയൊന്നും ആസ്വദിച്ച് ചെയ്യണില്ല. അടുക്കള ജോലി എടുക്കാനും പ്രാരാബ്ധമാണ്. നമ്മൾ കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ എത്ര ജോലിയാണ് നമ്മൾ എടുക്കണേ. തോറ്റു, എനിക്ക് മാത്രം ഒരു സ്വൈരമില്ല. നമ്മൾ ഇതെല്ലാം ഈ പ്രാരാബ്ധത്തോടു കൂടി എടുക്കുമ്പോൾ നമുക്കതിനോട് വെറുപ്പും വിരസതയും വന്നു പെടും. ഏത് ജോലിയായാലും. കൃഷ്ണനെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. യശോദാമ്മ കൃഷ്ണനെ കുളിപ്പിക്കണതും അതും ഇതൊക്കെ കഥകൾ കേട്ട് 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 നമ്മുടെ മനസ്സ് ആർദ്രമാകുമ്പോൾ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ കണ്ണനെ ചേർത്ത് പിടിക്കുന്ന പോലെ ഒരു ഭാവം വന്നാലോ, ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒരു ഭാവം വരിക. അപ്പോൾ ആ കുഞ്ഞിനെ ഉണർത്തുമ്പോൾ രാവിലെ തന്നെ വഴക്ക് പറഞ്ഞിട്ടാണ് ഉണർത്തുക. എണീക്കണ്ട സ്കൂളിൽ പോകേണ്ടതെന്നാണ് വഴക്കും ചീത്തയും പറഞ്ഞ് ഉണർത്തും. അങ്ങനെയല്ലേ നമ്മൾ ഉണർത്താറ്. അപ്പോൾ ആ സമയം നമുക്ക് മനസ്സിലാക്കുക ഭഗവാനെ എങ്ങനെയാണ് ഉണർത്താറ്. ആ കൃഷ്ണൻ്റെ പേരുകളൊക്കെ വിളിച്ചിട്ടാണ്. അതുപോലെ ആ ഈശ്വരനാമം ജപിച്ചുകൊണ്ട് ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ എന്നൊക്കെ പാടിയിട്ട് കവളത്തൊക്കെ ഒരു ഉമ്മ വെച്ചിട്ട് എണീക്കൂ എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചീത്ത പറഞ്ഞ് എണീപ്പിക്കണേക്കാളും വേഗത്തിൽ ആ കുഞ്ഞുങ്ങൾ എണീക്കും. അപ്പോൾ അങ്ങനെ എണീപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ഉണ്ണികൃഷ്ണൻ, ആ യശോദാമ്മയെ ഇതുപോലെയാണ് ഉണ്ണികൃഷ്ണനെ ഉണർത്തുക എന്ന് പറഞ്ഞ് ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുക. ഹരേഷ്ണ ആ ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുക. അത് പറഞ്ഞു കൊടുക്കണ ആ സമയത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ കുളിപ്പിക്കുമ്പോഴൊക്കെ ഈ കഥകളാണ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർക്കത് കേൾക്കാനും കഥകൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവുമോ? അവരപ്പോൾ ഉണ്ണിക്കണ്ണൻ അങ്ങനെ നിന്ന് തരും. ഉണ്ണിക്കണ്ണൻ അത് ചെയ്യും. നമ്മൾ ഈ കുട്ടികൾ എന്തിനൊക്കെ ഒരു വിസമ്മതം കാണിക്കണം, അതൊക്കെ ഉണ്ണിക്കണ്ണൻ അങ്ങനെ ചെയ്യുകയാണെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യിച്ചു നോക്കൂ. അവർ സുഖമായിട്ട് അതിനൊക്കെ നമുക്ക് വഴങ്ങി നിന്ന് സുഖമായിട്ട് ചെയ്തു തരും. അല്ലാണ്ട് വഴക്ക് പറഞ്ഞ് എഴുന്നേൽപ്പിക്കണേക്കാൾ എത്രയോ നല്ലത്. അവരുടെ ദിവസവും നന്നായി തീരും. അതുപോലെ തന്നെ ഈശ്വര പൂജകൾ പോലെ ഓരോ ആഹാരവും ഭഗവാന് നൈവേദ്യമായിട്ട് സമർപ്പിക്കണം എന്നുള്ള ഭാവത്തിൽ വേണമെങ്കിൽ നമ്മുടെ ആ സമർപ്പണം കുറച്ചും കൂടിയും പൂർണ്ണമാവാൻ ഒരു കൊച്ച് കൃഷ്ണവിഗ്രഹം എന്തെങ്കിലും ഒന്ന് അടുക്കളയുടെ എവിടെയെങ്കിലും വയ്ക്കാം. എന്നിട്ട് നമുക്ക് മനസ്സുകൊണ്ട് സങ്കല്പിക്കുക, ഇവിടെ പാകം ചെയ്യുന്ന എല്ലാ ആഹാരങ്ങളും ഭഗവാനെ അവിടത്തേക്ക് സമർപ്പിക്കണമെന്ന് നമുക്ക് മനസ്സുകൊണ്ട് സങ്കല്പിക്കാം. അങ്ങനെ നമുക്ക് ഓരോ പ്രവൃത്തികളും അങ്ങനെ ചെയ്യുമ്പോൾ ആ ഭഗവാന്റെ ആ ഗൃഹമാണ്. ഞാൻ എവിടെയാണ് താമസിക്കണേ? കൃഷ്ണൻ്റെ വീട്ടിലാണ് ഞാൻ താമസിക്കണത്. ഇത് കൃഷ്ണൻ്റെ വീടാണ്. എനിക്ക് ഇവിടെ എന്നെ ഏൽപ്പിച്ചിരിക്കേണ്ട, ഞാൻ ഇവിടുത്തെ ജോലിയായിട്ട് ഏറ്റെടുത്തേക്കുക അല്ലേ. നമ്മളൊരു വീട്ടിൽ ജോലിക്ക് ഏറ്റെടുത്താൽ ആ വീട് വേണ്ട വിധത്തിൽ വൃത്തിയാക്കുക എന്നുള്ളതുള്ള ആത്മാർത്ഥതയുള്ള ജോലിക്കാരുടെ ലക്ഷണമല്ലേ. അപ്പോൾ അത് നമ്മൾ അത്രയും വൃത്തിയിലും വെടുപ്പിലും നമ്മളത് ചെയ്യുമ്പോൾ അതും ഒരു ഈശ്വര പൂജയായിട്ട് മാറി. അങ്ങനെ നമ്മുടെ ഓരോന്നും കൈകൊണ്ട് ചെയ്യുന്നതൊക്കെ ഈശ്വര പൂജയായിട്ട് പറയണം. നാവ് കൊണ്ട് പറയുന്നതൊക്കെ നാവെന്തിനു തന്നു ഭഗവാൻ നാരായണ നാമം ചൊല്ലാൻ. ആ നാരായണ നാമമായി തീരണം. നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ സന്തോഷത്തോടു കൂടിയിട്ട് മറ്റുള്ളവരോടൊന്നും വെറുപ്പും വിദ്വേഷമൊന്നും ഇല്ലാണ്ട് ദേഷ്യമൊന്നും ഇല്ലാണ്ട് സാത്വികമായിട്ട് പറയുമ്പോൾ അത് ഈശ്വരനാമമായിട്ട് തീരും. കാരണം അവിടെയുള്ളത് എന്താ? സ്നേഹമാണ് നാവുമെന്ന് പറഞ്ഞത്. സ്നേഹമാണ് ഈശ്വരൻ. അതാണ് ഈശ്വരനാമം. അങ്ങനെ നമ്മുടെ ഓരോ പ്രവൃത്തിയിലൂടെയും ആ ഈശ്വരനത്തേക്ക് എത്താൻ പറ്റും. അല്ലാണ്ട് വിളക്ക് കത്തിച്ച് വെച്ച് നാമം ജപിച്ചത് കൊണ്ട് മാത്രം അതൊരു ഭക്തിയാവില്ല. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതിലൊക്കെ അപാകത എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഇല്ല എന്ന് പറയണില്ല. ഇവിടെ ഇങ്ങനെ ഇരുന്ന് നിങ്ങളുടെ മുമ്പിൽ പറയണം ഞാനാവില്ല. ഒരു പക്ഷേ നിങ്ങൾ പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് കയറി വന്നാൽ കാണുക. പക്ഷേ നമുക്കൊരു തിരിച്ചറിവുണ്ടാവും. ഇതുവരെ നമുക്ക് തിരിച്ചറിവുണ്ടായിരുന്നില്ല. നമ്മൾ ഈശ്വരൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമുക്കൊരു ഞാൻ ചെയ്യണത് തെറ്റാണ്
എന്നൊരു തിരിച്ചറിയുണ്ടാവും. അതാവുമ്പോൾ അയ്യോ ഞാൻ അറിയാണ്ട് പറഞ്ഞത് ക്ഷമിക്കണം എന്ന് പറയാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവും. അതുവരെ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്നുള്ളൊരു ഭാവം നമുക്കുണ്ടാവും. പക്ഷേ ഭഗവാനോട് അടുക്കുന്തോറും നമ്മുടെ മനസ്സ് ആർദ്രമായിക്കൊണ്ടിരിക്കും. അതിനാണ് ഈശ്വര കഥകളൊക്കെ. അപ്പോൾ ഓരോ ദിക്കിൽ നിന്നും കേൾക്കുന്ന കഥകൾ, ആ കൃഷ്ണകഥകളൊക്കെ ധാരാളം പഠിക്കണം. അതൊക്കെ കുട്ടികൾക്ക്, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അമ്മമാർ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അവരെ അങ്ങനെ വളർത്തുമ്പോൾ അവരുടെ മനസ്സും ആർദ്രമായിട്ട് തീരും. എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും ഒരുപോലെ കാണാനും ആ കുഞ്ഞുങ്ങളും പഠിക്കും. അങ്ങനെയാണ് നമ്മൾ ഈശ്വരനോട് കൂടുതൽ അടുക്കുക. ഗോപികമാരൊക്കെ അങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സാധാരണ നമ്മുടെ ഗതിയിൽ ഒരു പുരുഷനെ അങ്ങനെ നോക്കുക. നമ്മളിപ്പോൾ ആൾക്കാരൊക്കെ കഥ പറയണ പോലെ പറയാം. ഒരു സ്ത്രീക്ക് ഇഷ്ടമാണ്, അതിനെ വേറൊരു സ്ത്രീ ഇഷ്ടപ്പെടാൻ ചില എന്തെല്ലാം കോലാഹലങ്ങൾ നടക്കും അല്ലേ? ഇത് എല്ലാ ഗോപികമാരും ആരെയാണ് സ്നേഹിക്കണേ? കൃഷ്ണനെയാണ് സ്നേഹിക്കണേ. എല്ലാവരും കൃഷ്ണനെയാണ് സ്നേഹിക്കണേ. ഒരാൾക്ക് ഒരാളോട് വൈരാഗ്യമോ സ്പർദ്ധയോ ഉണ്ടോ? ഇല്ല. എല്ലാവരും ഒരുമിച്ചാണ് കണ്ണനെ, എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിരുന്നിട്ട് കുളിച്ചിട്ട് വന്ന് ഒരുമിച്ചിരുന്ന് ദുർഗാദേവിയോട് പ്രാർത്ഥിക്കുന്നു. എന്താണ്? കാത്യായനി മഹാമായേ മഹായോഗിന്നധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമ. ഞങ്ങൾക്ക് ആ നന്ദഗോപൻ്റെ മകനായിട്ടുള്ള ശ്രീകൃഷ്ണൻ ഞങ്ങൾക്ക് ഭർത്താവായിട്ട് വരണേ എന്ന് ചോദിച്ചാൽ, ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളുടെ ഈ ശരീരം വേർപെട്ടിട്ട് ഇനിയൊരു ജന്മം കിട്ടിയാൽ പോലെ ഈ ജീവൻ എത്ര കാലം നിലനിൽക്കണോ ഈശ്വരനിൽ ലയിക്കുന്നത് വരെ, അതുവരെ നമ്മളെ കാത്തു രക്ഷിക്കുന്ന ആളാണ് ഭർത്താവ്, നമ്മുടെ പതി എന്ന് പറഞ്ഞാൽ. അതുവരെ രക്ഷിക്കുന്ന ആള്. അപ്പോൾ നമ്മളിതാ അതിൻ്റെ പ്രതീകാത്മകമായിട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ആ ഭർത്താവ് അതൊക്കെയാണ് പറയണം. ഞാൻ എൻ്റെ മരണാവസാനം വരെ നിന്നെ കാത്തു രക്ഷിക്കും എന്ന് പറയുന്നു. അതുപോലെ ഭാര്യ ഭർത്താവിനോട് പറയുന്നു, ഞാൻ എൻ്റെ മരണം വരെ നിങ്ങളെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങളെ വേണ്ടതുപോലെ പരിചരിക്കും എന്നൊക്കെ പറയണം. പക്ഷേ എത്ര കാലാമിരിക്കൂമിനിയെന്നു സത്യമോ നമുക്കേതും ഒന്നില്ലല്ലോ. ആരാദ്യം പോവും ആർക്കറിയാം? ആരെ കാത്തു രക്ഷിക്കും ആർക്കറിയാം? അതൊന്നുമില്ല. അപ്പം ആരാണ് നമ്മൾ ശരിയായ പതി? ആരാണ്? ആ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. നമ്മളുടെ മുന്നിലിതാ ഒരു ശരീരം എടുത്തു വന്ന് നമ്മളെ സംരക്ഷിച്ച പതിയേക്കാളും നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളുടെ പതിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്നും സുമംഗലികളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മളെപ്പോഴും സുമംഗലികളാണ്. കാരണം എന്താ? ശ്രീകൃഷ്ണ ഭഗവാനാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ഭർത്താവ്. നമ്മൾ ഓരോരുത്തരെയും കാത്ത് സംരക്ഷിക്കുന്നത് വേണ്ട വിധത്തിൽ, നമ്മുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ കണ്ട് മനസ്സിലാക്കി നമ്മളെ വേണ്ടതുപോലെ സംരക്ഷിക്കുന്നത് ആ ശ്രീകൃഷ്ണ ഭഗവാനാണ്. അത്രയുള്ള ആ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ചൈതന്യത്തെയാണ് നമ്മൾ ഒരു കൊച്ചു വിഗ്രഹത്തിൽ കണ്ട് ഇവിടെ അതിനും ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരുന്നു അല്ലേ? നമ്മളിപ്പോൾ വലിയൊരു പ്രധാനമന്ത്രി വരികയാണ്, തൃശ്ശൂർ പ്രധാനമന്ത്രി വരുന്നു എന്ന് പറയും. നമ്മൾ പറയാം നമ്മുടെ ഈ വീട്ടിലേക്ക് ഒന്ന് വരുമെന്ന് വെച്ചാൽ അദ്ദേഹം വരുമോ? എത്ര കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വേണം അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരണമെങ്കിൽ. എത്ര ആളുടെ സാങ്ഷൻ മേടിക്കണം, അത് മേടിക്കണം. പക്ഷെ ഗുരുവായൂരപ്പൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ മനസ്സ് അറിഞ്ഞിട്ട് ഒരു വിളി വിളിച്ചാൽ മതി. മനസ്സറിഞ്ഞിട്ട് കൃഷ്ണാന്നൊരു വിളി വിളിച്ചു നോക്കൂ, ആ ഗുരുവായൂരപ്പൻ എല്ലാവരുടെയും കൂടെ ഇവിടെ ഉണ്ടാവും. ഇല്ലാണ്ടിരിക്കില്ല. ആരെങ്ങനെ വിളിച്ചാലും. ഒരു കഥ സുഗതകുമാരി ടീച്ചറുടെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന് പറഞ്ഞിട്ടൊരു കവിത. ആ കവിതയിൽ പറയുന്ന ഒരു ഗോപിക പറയണു, ഞാൻ മറ്റുള്ള ഗോപികമാരുടെ പോലെ നിന്റെ അടുത്തേക്ക് വന്നിട്ടില്ല, നിന്റെ മുമ്പിൽ വന്നിട്ട് നിനക്ക് പാലും വെണ്ണയും തന്ന് സുഖിപ്പിച്ചിട്ടില്ല, നിന്റെ മുമ്പിൽ നിനക്ക് നിന്നെ ഭർത്താവായി കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നെ പൂജിച്ചിട്ടില്ല, ഞാൻ നിന്റെ മുമ്പിൽ ആടയ്ക്ക് വേണ്ടിയിട്ട് കൈ നീട്ടി ഞാൻ നിന്നിട്ടില്ല. എന്നാലും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ മനസ്സിലെപ്പോഴും നീയാണ്. എൻ്റെ കർമ്മപ്രാരാബ്ധങ്ങൾ എൻ്റെ വീട്ടിൽ വയസ്സായ അമ്മയുണ്ട്. ആ അമ്മ കിടന്ന കിടപ്പ് എനിക്ക് അമ്മയെ നോക്കാണ്ട് പറ്റും, അമ്മയെ നോക്കണം. അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് വീട്ടിൽ, താഴെയുള്ളവർ, അവരെയൊക്കെ ശുശ്രൂഷ നോക്കണം. അങ്ങനെ സുഖമില്ലാണ്ട് ഇരിക്കുന്ന, മാനസികമായിട്ട് തകർന്നിരിക്കുന്ന എൻ്റെ അച്ഛനുണ്ട്.
ആ അച്ഛനെ സംരക്ഷിക്കണം. അവർക്ക് വേണ്ടിയിട്ട് അന്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പകൽ എനിക്ക് പണിയെടുക്കണം. ഇതിൻ്റെ ഇടയിൽ കണ്ണാ നിൻ്റെ അടുത്തേക്ക് ഞാൻ വന്നിട്ടില്ല, നിൻ്റെ ഓണക്കുഴലേക്ക് വിളി കേട്ടിട്ട് ഞാൻ വന്നിട്ടില്ല, നിൻ്റെ ആ രാസരസത്തിൽ പങ്കെടുക്കാൻ ഞാൻ വന്നിട്ടില്ല. എന്നാലും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നീ എന്നെ അറിയോ? ഇങ്ങനൊരു ഗോപിക, കാരണം ഗോപ്യമായിട്ട് ഞാൻ നിന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗോപ്യമായിട്ട് ഞാൻ നിന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നീ എന്നെ അറിയോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ ആ അക്രൂരർ വന്നിട്ട് പോണു എന്ന് ചോദിച്ചപ്പോൾ നെഞ്ഞ് പൊട്ടിപ്പോയി. ഗോപികയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. ഒരിക്കൽ പോലും കാണാത്ത, തൻ്റെ മുമ്പിൽ വരാത്ത കൃഷ്ണന് വേണ്ടിയിട്ട് കണ്ണ് നിറഞ്ഞൊഴുകണ ആ ഗോപികയുടെ ആ വീടിൻ്റെ മുറ്റത്ത് രഥം നിന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ അവളുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു. ആ ഗോപിയോട് നിന്നെ ഞാൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ആരെയാണ് അറിയുക എന്ന് ചോദിക്കുന്നു. അപ്പം ഭഗവാന് അതാണ് ഭഗവാൻ എല്ലാവരിലും കൂടുതൽ ഒരു പ്രിയം ഇങ്ങനെയാണ്. നമ്മൾ വിളിച്ചാൽ എവിടെ വിളിച്ചാലും വരും. അപ്പം അത്രയും ആ കാരുണ്യത്തോടു കൂടിയിട്ട്, അത്രയും ഒരു ഇഷ്ടത്തോടു കൂടിയിട്ട് നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്ന കണ്ണനെ, ആ ഭഗവാനോട് ഇരിക്കുമ്പോൾ നമുക്ക് ആ എത്ര വീട് നമസ്കരിച്ചാലാണ് മതിയാവുക ആ ഗുരുവായൂരപ്പനെ. ബാക്കിയുള്ളതൊക്കെ വെറും ബാക്കി നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടല്ലോ അതൊരു പ്രതീകം മാത്രമാണ്. പൂക്കൾ നമ്മളിവിടെ അർപ്പിക്കുന്നുണ്ട്. എന്തിനാ പൂക്കൾ അർപ്പിച്ചില്ലെങ്കിലും വിരോധമില്ല. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ, നമ്മളെപ്പോഴും പറയുന്നു പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കണു. ആ പ്രേമത്തിൻ്റെ പ്രതീകമാണ് പൂക്കൾ. അത് ഭഗവാന്റെ പാദത്തിൽ കൃഷ്ണ ഈ അർപ്പിക്കുന്ന ഓരോ പൂക്കളും സ്വീകരിക്കണേ, നിങ്ങളുടെ പ്രേമ പുഷ്പാഞ്ജലിയാണ്, സ്വീകരിക്കണേ. ഭഗവാനോട് പറയുന്നു, ഇവിടെ വയ്ക്കുന്നതെല്ലാം ഭഗവാനെ അവിടുന്ന് സ്വീകരിക്കണേ. ഇവിടെ ചെയ്യുന്നതെല്ലാം നമുക്ക് നമ്മൾ ചെയ്യുന്നു എന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാവണോണ്ടാണ്. ശരിക്കും ആലോചിച്ച് നോക്കൂ, ഈ ഋഷീശ്വരന്മാരൊക്കെ എന്ത് പൂജ ചെയ്യുന്നു. അവർ കണ്ണടച്ച് ധ്യാനത്തിൽ അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും ഇല്ല അല്ലേ, പുളിയും ജപം കൂടി ഇല്ലാണ്ട് എത്രയോ ദിവസം ഇരിക്കും എന്നൊക്കെ പറയണം. അപ്പം ആ ഒരു അവസ്ഥയിലെത്തണവർക്ക് അത് മതി. അപ്പം ഇതൊക്കെ ഉപേക്ഷിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇത് നിത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല. നമ്മൾ നിൽക്കുന്ന തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് സന്തോഷമാവാൻ, വീട്ടിൻ്റെ ഉള്ളിൽ ആ സന്ധ്യ നേരത്ത് വിളക്കൊന്നും കൊളുത്താണ്ട് വെറുതെ ലൈറ്റ് ഇട്ട് വെച്ചാൽ നമുക്കൊരു സുഖം ഉണ്ടാവില്ല. അതേസമയം ആ ലൈറ്റൊന്നും ഇടാണ്ട് നിറയെ വിളക്ക് കൊളുത്തിയിട്ട് ഒരു ഭഗവാന്റെ വിഗ്രഹം വച്ചിട്ട് നിറയെ പൂക്കളെ കൊണ്ടൊക്കെ അലങ്കരിച്ച് അവിടെ ഒരു നിമിഷം ഇരുന്ന് നോക്കൂ, മനസ്സ് ആർദ്രാവണം നമുക്ക് കാണാം. നമ്മുടെ ഉള്ളിൽ എന്തൊരു ശാന്തതയുള്ളത് അല്ലേ. കാരണം അവിടെ എന്തൊക്കെ പുറമേക്ക് ചെയ്തോ അല്ലേ. ആ കണ്ണാടി കൊണ്ടുവന്ന് വെച്ചു, നമ്മൾ കണ്ണാടിയിൽ കണ്ണെഴുതി, കണ്ണാടിയിലൊരു പൊട്ടുകുത്തി കൊടുത്തിട്ട് കാര്യമുണ്ടോ? ബിംബത്തിൽ ചെയ്താൽ അത് പ്രതിബിംബത്തിൽ കാണും എന്നാ പറയുക. അപ്പോൾ ഇവിടെ ചെയ്യണതിൻ്റെയൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് അത് ഉള്ളിലെത്തുന്നത് കാരണം നമ്മൾ അവിടെ ഇരുന്നിട്ട് നമ്മൾ ചെയ്യണതിനൊക്കെ നമ്മളുടെ മുഖത്ത് കണ്ണൊക്കെ എഴുതി പൊട്ടുകുത്തിയിട്ട് കണ്ണാടിയിൽ നോക്കുമ്പോഴല്ലേ അതിനെ പ്രതിഫലിച്ച് കാണുള്ളൂ. അതുപോലെ ഭഗവാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കണ ആ ഭഗവാനിലേക്ക് അത് എത്തിച്ചേരുകയാണ്. അപ്പം അതിൻ്റെ ശാന്തിയും സമാധാനവും സന്തോഷവുമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ദീപാരാധന നിറഞ്ഞു കത്തണ ഒരു ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് കാണുമ്പോൾ മനസ്സിൽ വരുന്നത് എന്താ? ആ ഒരു ഭാവം എന്താ ആലോചിച്ച് നോക്കൂ. അത്രയും നേരം നമുക്ക് അവിടെ നിൽക്കുമ്പോൾ തോന്നാത്ത ഒരു അനുഭവമായിരിക്കും ആ ദീപാരാധന നേരത്തെ അല്ലേ. സന്ധ്യാസമയമടുക്കുന്ന നേരത്ത് സന്തോഷമെന്നേ പറഞ്ഞിടേണ്ടു അല്ലേ. ആ ഭഗവാനെ എന്തൊരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ ആ സമയത്ത് തൃച്ചന്ദനം ജാത്തി കാണാമതു നേരം തൃക്കാൽ വണങ്ങുവാൻ എത്ര സൗഖ്യം. അപ്പോൾ ഭഗവാനെ നമസ്കരിക്കുമ്പോൾ നമ്മളും കുറൂരമ്മയുടെ അമ്പലത്തിൽ ചെന്ന് തൊഴുതൂലേ. അപ്പം കണ്ണനെ എന്തൊരു ഭംഗിയുള്ള ഉണ്ണിക്കണ്ണനെ അവിടെ നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നാണ്ട് നമ്മളവിടെ നിന്നു. അതേസമയം അതേ കണ്ണനെ തന്നെ ആ ദീപാരാധന സമയത്ത് കണ്ടപ്പോഴോ കുറച്ചും കൂടി നമ്മളോട് ഇങ്ങോട്ട് ഹൃദയത്തോട് ചേർന്ന് നിൽക്കണ പോലെ ഭഗവാൻ നമ്മളിലേക്ക് ഇറങ്ങി വന്ന പോലെയുള്ള ഒരു അനുഭവമല്ലേ നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായത്. അത് അനുഭവിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഓരോ സത്സംഗത്തിലിരിക്കുമ്പോഴും നമ്മളത് ശ്രദ്ധിക്കണം. ഓരോന്നിലും നമ്മളത് ശ്രദ്ധിക്കാതിരിക്കരുത്. കാരണം ഈ ഒരു അനുഭവം ഇങ്ങനെ നമുക്ക് തന്നത് ഞാനോ നിങ്ങളോ ഒന്നുമല്ല, സാക്ഷാൽ ആ ഭഗവാൻ തന്നെയാണ്, ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെയാണ്.
അപ്പം എപ്പോഴും നമ്മൾ അർജുനനെ പോലെ ഭഗവാന്റെ വൈഭവം തിരിച്ചറിയാണ്ട് പോകരുത്. ആ വൈഭവം നമ്മൾ തിരിച്ചറിയണം. വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണ എന്ന് പറഞ്ഞ് കരഞ്ഞില്ലേ? അതുവരെ എൻ്റെ കഴിവ് എന്ന് വിചാരിച്ച അർജുനന് മനസ്സിലായി എനിക്കൊരു കഴിവുമില്ല. പക്ഷെ അർജുനൻ എപ്പോഴൊക്കെയോ മനസ്സിലാക്കായിരുന്നു. അത് മനസ്സിലായില്ല. ആ ഉണ്ണികളൊക്കെ മരിച്ച് ആ ബ്രാഹ്മണൻ വന്നിട്ട് എന്നും ദ്വാരകയുടെ മുമ്പിൽ വന്നിട്ട് മരിച്ച ഉണ്ണിയെ കയ്യിലെടുത്തിട്ട് ഒരു പുത്രൻ മരിച്ചാൽ എത്ര ദുഃഖം ഉണ്ടാവും. അപ്പൊ ആലോചിച്ച് നോക്കൂ, ജനിക്കുന്ന ഉണ്ണികൾ അത് ഒറ്റ പെൺകുട്ടിയില്ല, എല്ലാ ഉണ്ണികൾ തന്നെ. അവർക്ക് കുലം സംരക്ഷിക്കാനായിട്ട് ആൺകുട്ടികൾ വേണമെന്നാണ് ബ്രാഹ്മണർക്കൊക്കെ. ഉണ്ണികൾ ജനിച്ച ഉടനെ മരിക്കുന്ന ഉണ്ണികളെ കൊണ്ടുവന്ന് കണ്ണൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഉറക്കെ സങ്കടം പറയും. കുറേ സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദേഷ്യപ്പെടും. നീ രാജാവായിട്ട് കൂടെ ഇരിക്കണം, എന്നിട്ട് കണ്ടോ അങ്ങനെ വന്നില്ലേ, രാജാവേ ഒന്നും ശരിയല്ലാത്തതുകൊണ്ടാണ് പ്രജകൾക്ക് ഇങ്ങനെ വരണേന്നൊക്കെ പറയും. പക്ഷെ ഭഗവാൻ ആ ദുഃഖം മുഴുവനും ഭഗവാൻ അറിയാം. പുത്രദുഃഖത്തിൻ്റെ ആ വലിപ്പമൊക്കെ അറിയാം. കർമ്മപ്രാരാബ്ധം തീരേണ്ടതുണ്ട് ഈ ബ്രാഹ്മണനെന്നറിയാം. ഭഗവാൻ അതിലൊന്നും ഒരു അലോഹ്യം കാണിക്കാണ്ട് അതെല്ലാം പ്രേമ പുഷ്പാഞ്ജലിയായിട്ട് സ്വീകരിച്ചു. ഭഗവാൻ അതൊക്കെ സ്വീകരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഒമ്പതാമത്തെ ഉണ്ണിയെ കൊണ്ടെന്ന് വെച്ച് ആ പറയുന്ന സമയത്ത് അവിടെ അർജുനൻ ഉണ്ടായിരുന്നു. അപ്പൊ അർജുനൻ ചോദിച്ചു, ഇതെന്താപ്പത് ഇങ്ങനെ എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ഒമ്പതാമത്തെ ഉണ്ണിയാണത്, ഇങ്ങനെ ഞാനിവിടെ വന്ന് കരഞ്ഞു. അപ്പൊ അപ്പോഴും ശ്രീകൃഷ്ണ ഭഗവാനെ വളരെയധികം നിന്ദിച്ച് സംസാരിച്ചു. അദ്ദേഹം ദുഃഖം കൊണ്ട്, അദ്ദേഹം നിന്ദിക്കണതൊന്നും മനസ്സിൽ തട്ടിയിട്ടൊന്നുമല്ല, ആത്മാർത്ഥമായിട്ടൊന്നുമല്ല, സങ്കടം കൊണ്ട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ടും കൃഷ്ണാന്ന് വിളിച്ചിട്ടാ കരയണേ എന്നാ. അപ്പോൾ പക്ഷേ അർജുനൻ എന്ത് പറഞ്ഞു? ഞാൻ രക്ഷിക്കാം, ഇനി ഒരു പുത്രൻ ഉണ്ടായാൽ ഞാൻ രക്ഷിക്കാം എന്ന്. ഇതാരപ്പത് ശ്രീകൃഷ്ണനേക്കാളും വലിയൊരാള് എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ പറയണു, ഞാൻ ശ്രീകൃഷ്ണനോ പ്രദ്യുമ്നനോ അനിരുദ്ധനൊന്നുമല്ല, ഞാൻ വില്ലാളി വീരനായിട്ട് അർജുനനാണ്, എൻ്റെ കയ്യിൽ ഗാണ്ഡീവുണ്ട്, എൻ്റെ ശക്തി നിങ്ങൾക്കറിയാണ്ടാണ് എന്നെല്ലാം പറഞ്ഞ് വാക്ക് കൊടുക്കുകയാണ്, ഞാൻ രക്ഷിക്കാമെന്ന്. പക്ഷെ ബ്രാഹ്മണന് അതൊന്നും ഹിതായിട്ട് തോന്നിയില്ല. അങ്ങനെ പറഞ്ഞിട്ട് അവസാനം ഒരു വാക്ക് പറഞ്ഞു അർജുനൻ. എന്ത് പറഞ്ഞു എന്നറിയോ? അഥവാ നിങ്ങളുടെ മകനെ എനിക്ക് രക്ഷിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ തീ കൂട്ടിയിട്ട് അതിൽ ചാടി അഗ്നിപ്രവേശം ചെയ്ത് മരിച്ചോളാമെന്ന് സത്യം ചെയ്തു. അപ്പോൾ ബ്രാഹ്മണന് ഉറപ്പായി രക്ഷിക്കുന്നു. കാരണം എന്താണെന്നറിയോ? അർജുനൻ ആരാ? സുഭദ്രയുടെ ഭർത്താവാ. സുഭദ്ര ആരാ? ആ കൃഷ്ണന്റെ പെങ്ങളാണ്. പെങ്ങൾക്ക് വൈധവ്യം വരണമെന്ന് ശ്രീകൃഷ്ണൻ വിചാരിക്കില്ല. അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ രക്ഷിക്കും എന്ന് മനസ്സിലാക്കി. ആ ഒരു സത്യം അപ്പോഴും ആരിലാ വിശ്വാസം ഉണ്ടായിരുന്നേ? ഭഗവാനിലാണ്, അല്ലാണ്ട് അർജുനനിലല്ല. അപ്പൊ അർജുനന്റെ അഹന്തയെ കളയാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരുപാട് ശ്രമിച്ചു. ചിലപ്പോൾ ഭഗവാൻ വിചാരിച്ചാലും ആ അഹന്ത പോവില്ല നമ്മളിൽ നിന്ന്. കാരണം ജന്മജന്മാന്തരങ്ങളായിട്ട് അടിഞ്ഞു കൂടിയിട്ടുള്ള കർമ്മവാസനകളാണ് അത്. അങ്ങനെ പെട്ടെന്നുള്ള അനുഭവം കൊണ്ടൊന്നും പോവില്ല. അങ്ങനെ ഒമ്പതാമത് ഉണ്ണിയുണ്ട്, 10ാമത്തെ ഉണ്ണി ഉണ്ടായി, ഗർഭം ഉണ്ടായി എന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞു. പ്രസവിക്കേണ്ട സമയം എടുത്തപ്പോൾ അർജുനന് ആള് പറഞ്ഞയച്ചു. അർജുനൻ ഇറങ്ങുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ചോദിച്ചു, അല്ല അർജുന എവിടേക്കാ പോണേ? ഞാൻ ഇവിടെ വരെ പോയിട്ട് വരാം. അന്ന് ഞാൻ ഇവിടെ വന്ന് കരഞ്ഞില്ലേ, ആ ബ്രാഹ്മണന്റെ അടുത്തേക്ക് പോവുക. അപ്പൊ എങ്ങനെയാ പോണേ? ഞാൻ പൊക്കോളാം, രഥത്തിൽ പൊക്കോളൂ, ഞാൻ രഥം തെളിക്കാൻ ഞാൻ വരാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് എനിക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓ ശരി, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. കൃഷ്ണൻ അത് പറഞ്ഞു പോയി. അവിടെ ചെന്ന് ശരപഞ്ചരൊക്കെ ഉണ്ടാക്കി. ഗാന്ധീവം കൊണ്ട്, ആ ശരം കൊണ്ട് ഒരു പഞ്ചര ഉണ്ടാക്കി. അതിൻ്റെ ഉള്ളിൽ യമൻ പോലും തോറ്റുപോകുന്നതാണ് ഗാന്ധീവത്തിൻ്റെ മുമ്പിൽ, അർജുനൻ്റെ മുമ്പിൽ. പറഞ്ഞു, മഹാദേവന്റെ കയ്യിൽ നിന്ന് എനിക്ക് പാശുപതാസ്ത്രം മഹാദേവൻ എനിക്ക് അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട് ഗാന്ധീവം. ആ മഹാദേവന്റെ കയ്യിൽ നിന്ന് പാശുപതാസ്ത്രമൊക്കെ മേടിച്ചിട്ടുണ്ട് ഞാൻ. കാരണം എന്താണെന്നറിയോ? മഹാദേവനായിട്ട് യുദ്ധം ചെയ്തു ഞാൻ എന്നൊക്കെ പറഞ്ഞ് ആ കഥകൾ വരെ പറഞ്ഞു. എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അർജുനൻ ആ കാട്ടാളനും കാട്ടാളത്തിയായിട്ട് നടക്കുന്ന സമയത്ത് കിരാതമൂർത്തിയായ
ശിവനോട് യുദ്ധം ചെയ്തു. ഒരു പന്നിയുടെ, അപ്പോഴും ആ ശിവഭഗവാനും എന്താ വിചാരിച്ചേ, അർജുനന്റെ ഈ അഹന്ത ഒന്ന് അവസാനിപ്പിക്കണം. ഭക്തന് അഹന്ത വന്നാൽ നാശാണ് ഫലം. അപ്പൊ ഭക്തന്റെ അഹന്ത ഇല്ലാണ്ടാക്കണം, അല്ലാണ്ട് ശത്രുതയൊന്നുമല്ല, ഭക്തന്റെ അഹന്ത ഇല്ലാണ്ടാക്കണം ചേട്ടാ. അങ്ങനെ ഇതാ യുദ്ധത്തിന് എന്ന് അവസാനം പന്ത് ഉരുട്ടണ പോലെ ഉരുട്ടിയെടുത്തു അർജുനൻ. എന്നിട്ടും അർജുനന്റെ അഹന്ത ഇല്ലാണ്ടായില്ല എന്നാ പറയുന്നത്. അതാണ് ആ അഹന്ത പിന്നെയും ബാക്കി നിന്നു. ഇതൊക്കെ കഴിഞ്ഞു. ആ ഇറ്റില്ലത്തിൻ്റെ ചുറ്റുമാണ് ഇങ്ങനെ ശരപഞ്ചരൊക്കെ കെട്ടിയുണ്ടാക്കിയ. അപ്പോൾ ഇറ്റില്ലത്തിൻ്റെ ഉള്ളിൽ എല്ലാവരും ആ ഉണ്ണിയുടെ കരച്ചിൽ കേൾക്കാൻ കാത്ത് 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 കാത്തു നിന്നു. പക്ഷേ ഒരു കൂട്ടക്കരച്ചിലാണ് കേട്ടത്. കൂട്ടക്കരച്ചിൽ കേട്ടപ്പോൾ എന്താന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞു, ഇത്തവണ പ്രസവിച്ച ഉടനെ കുട്ടിയെ തന്നെ കാണാണ്ടായിരുന്നു. വേഗം തിരിഞ്ഞു അർജുനൻ്റെ അടുത്തേക്ക്. ആരാന്നാ പറഞ്ഞ്? കൃഷ്ണനല്ല, അനിരുദ്ധനല്ല, പ്രദ്യുമ്നല്ല. ഇപ്പൊ എവിടെ പോയി ശൗര്യം, എവിടെ പോയി ഗാണ്ഡീവം, ഏതാ വില്ലാളി വീരനാണ്? ഇത്രയും കാലം ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദത്തിൽ കരഞ്ഞ് സമർപ്പിക്കാൻ എൻ്റെ പുത്രന്റെ ശവമെങ്കിലും എൻ്റെ കയ്യിലുണ്ടാകുന്നു. നീ അതും കൂടി ഇല്ലാണ്ടാക്കിയില്ലേ മഹാഭാവി? ആ ഭഗവാന്റെ മുമ്പിൽ ഞാൻ ഇനി എങ്ങനെ ചെല്ലും എന്ന്. അതാണ് അപ്പോഴും സങ്കടം. എന്താണെന്നറിയോ? ഭഗവാന് നിന്ദ ചെയ്തില്ല എന്നാണ്, വേറെ ഒന്നുമല്ല. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്ത് നോക്കിയിട്ടാ നിൽക്കണേ? ഇനിയിപ്പോൾ ഇവിടെ തീയൊക്കെ കൂട്ടി ചാടി ചാവാനൊന്നും നോക്കണ്ട. എന്നിട്ട് എനിക്കെന്ത് പ്രയോജനം? എൻ്റെ കുട്ടികളെയൊക്കെ കിട്ടുമോ? എനിക്ക് ഇതുപോലെ വാക്കിന് വ്യവസ്ഥ ഇല്ലാത്തവരുടെ ആ വാക്കും ഞാൻ അത്ര കാര്യമായിട്ട് എടുക്കണില്ല, എവിടെങ്കിലും പൊക്കോളാൻ പറഞ്ഞു. എല്ലാ ദിക്കിലും അന്വേഷിച്ചു നോക്കി, എല്ലാ സ്ഥലത്തും. യമപുരിയിലെ വരുണന്റെ അവിടെ എല്ലാ ലോകങ്ങളിലും ചെന്ന് അർജുനൻ അന്വേഷിച്ചിട്ട് ആ കുട്ടികളെ കണ്ടില്ല. അവസാനം തീക്കുണ്ടം കൂട്ടിയിട്ട് ആ തീയിൽ ചാടാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ മഹാദേവനെയാണ് ആ പൂജിക്കുക. അപ്പം മഹാദേവനാണ് ആ ഇഷ്ടദൈവം. അപ്പം മഹാദേവനെ ചിന്തിച്ചുകൊണ്ടതാ കൈകൾ കൂപ്പിയിട്ട് ആ മഹാദേവനെ ഇങ്ങനെ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണീതാരം പ്രണതോസ്മി സദാശിവം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ എപ്പോഴാണോ അർജുനൻ പ്രാർത്ഥിക്കുന്ന ആ ഭഗവാന്റെ അതിസുന്ദരമായ ആ രൂപം മനസ്സിൽ തെളിയേണ്ടതാണ്. പക്ഷെ ഇന്ന് അതിന് പകരം മയിൽപ്പീലി ചൂടിയ ആ പൊന്നിൻ കിരീടത്തിൽ മയിൽപ്പീലി ചൂടി നെറ്റിയിൽ ഗോപിക്കുറി ചാർത്തി ആ മകരകുണ്ടലങ്ങൾ അണിഞ്ഞ് അതിസുന്ദരമായ മന്ദഹാസത്തോടു കൂടിയിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ മുഖമാണ് തെളിഞ്ഞു കാണുന്നത്. ഒരുപാട് സങ്കടപ്പെട്ടു അർജുനൻ. കഷ്ടം, എന്നോട് എത്ര പറഞ്ഞതാണ്. ആ എത്രയോ വലിയ യുദ്ധത്തിൽ എന്നെ ജയിക്കാനായിട്ട് എനിക്ക് കാരണമായിട്ട് നിന്നു. അങ്ങനെയുള്ള ഓരോ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുക ഭഗവാൻ ഉണ്ടായ ആ ശ്രീകൃഷ്ണൻ കൂടെ ഉണ്ടായിരുന്നു. ഞാനും കൂടെ വരണമെന്ന് ചോദിച്ചതാണ്. എൻ്റെ ആ അഹമ്മതി കൊണ്ടല്ലേ ഞാൻ നിഷേധിച്ചത്. ആ ഭഗവാനെ ഞാൻ ഉപേക്ഷിച്ചില്ലേ? ഇനി ഞാൻ എങ്ങനെ ആ ശ്രീകൃഷ്ണനെ, ഇത്രയും നല്ല എൻ്റെ ചങ്ങാതിയെ, എൻ്റെ സഖാവിനെ ഞാനിതാ നിന്ദിച്ചില്ലേ? ഇനി ഞാൻ എങ്ങനെയാണ് എൻ്റെ ചങ്ങാതിയുടെ മുഖത്ത് നോക്കുക? മതി, ഞാൻ മരിക്കുക തന്നെയാണ് ചെയ്യണേന്ന് കേട്ടാ. അഗ്നിയിലേക്ക് അങ്ങോട്ട് ചാടാൻ തീക്കുണ്ടൊക്കെ കൂട്ടിയിട്ട് ചാടുമ്പോൾ തീക്കുണ്ടം കൂട്ടിയിട്ടു തീയും പിടിപ്പിച്ചു അഗ്നിയിൽ ചാടുവാൻ ചെല്ലും നേരം. ആ സമയത്ത് ഭഗവാൻ വന്നിട്ട് പെട്ടെന്ന് കയ്യിൽ പിടിച്ചിങ്ങോട്ട് പിന്നാക്കം വലിച്ചിട്ട് ചോദിച്ചു, ഞാനല്ലയോ നിന്റെ ബന്ധു ധനഞ്ജയ? ജ്ഞാനികൾക്കാധാരൻ ഞാനാകുന്നു. നില്ലന്റെ ഫൽഗുന നീ എന്തു ഭാവിച്ചു? വന്നിയിൽ ചാടുന്നതെന്തിനിപ്പോൾ? എന്തിനാ അർജുന ഈ വക സാഹസത്തിനൊക്കെ മുതിർന്ന? എന്നെ ഒരു വാക്ക് വിളിച്ചെങ്കിൽ ഞാൻ വരില്ലേ നിന്നെ രക്ഷിക്കാൻ? എങ്ങനെ വിളിക്കും? ഏത് മുഖം വച്ച് വിളിക്കും എന്നുള്ള ഭാവത്തിൽ അങ്ങനെ അനുഭവം ഉണ്ടായി. അവിടെ നിന്ന് രക്ഷിച്ച് വൈകുണ്ഠത്തിൽ ചെന്ന് ആ കുട്ടികളെ എല്ലാവരെയും അവിടെ നിന്ന് ആ വൈകുണ്ഠത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ഇതെല്ലാം അർജുനൻ്റെ വക, ഞാൻ ആരുമല്ല എന്നുള്ള ഭാവത്തിൽ അർജുനൻ കൊണ്ടുവന്ന് തന്നതാന്നുള്ള ഭാവത്തിൽ ആ അർജുനന് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആ ചുമതല ഇതൊക്കെ അർജുനൻ്റെ മഹത്വമാണ് എന്നുള്ള ഭാവത്തിൽ ആ ബ്രാഹ്മണനെ ഏൽപ്പിച്ചു.
അപ്പോഴും ആ ഒരു അഹം ഇല്ലാണ്ടാക്കാൻ നോക്കിയിട്ട് ആ അഹം തീർന്നില്ല. പിന്നെയും അഹംഭാവത്തോടു കൂടി നിന്ന് എപ്പോഴാണ് അഹം എൻ്റെ ശക്തിയല്ല എന്ന് അപ്പോഴും മനസ്സിലാക്കിയില്ല. എപ്പോഴേ മനസ്സിലാക്കിയേ? ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ശരീരം സ്വധാമ ഗമനത്തിന് ശേഷം. എവിടെയാ സ്വധാമം? ഭഗവാന്റെ സ്വധാമം എവിടെയാ? ഗുരുവായൂരപ്പൻ്റെ സ്വധാമം? നമ്മളെപ്പോഴും പറയണത് എവിടെയാ സ്വധാമം? നമ്മുടെ എല്ലാവർക്കും ഉള്ളിലാത്മ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് സ്വധാമം. ഭഗവാൻ അവിടെയാണ് ഒളിച്ചിരിക്കണേ. അപ്പം നമ്മളെ വേറെ പുറമെ എവിടെയും ഗുരുവായൂരപ്പനെ നോക്കി നടക്കണ്ട. കൽവിഗ്രഹത്തിലെ ആ കൽവിഗ്രഹത്തിലെ പൂജയല്ലാണ്ട് ഞാൻ വേറൊന്നും കണ്ടില്ല. വാകച്ചാത്തല്ലാതെ കണ്ണനെ ഞാനെങ്ങും കണ്ടതില്ല. അപ്പം ആ ശ്രീകുടി മരച്ചോട്ടിൽ നോക്കി, അവിടെ നോക്കി, ഇവിടെ നോക്കി. അപ്പോൾ അച്ഛൻ പറഞ്ഞ കഥകളിൽ മുങ്ങി ഞാൻ അച്യുതനെ തേടി ഇങ്ങനെ ഗുരുവായൂർ മുഴുവൻ നടന്നു. അപ്പോൾ ഉണ്ട് അവിടെ ഒരു കല്ലിലാരോ കുറേ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതെന്താ അപ്പോൾ അതൊന്നും മനസ്സിലായില്ല. കൃഷ്ണനില്ലല്ലോ അവിടെ, കൃഷ്ണനില്ലിലോന്ന് എല്ലാ ദിക്കിലും തേടി നടന്നിട്ടും കണ്ടില്ല. അപ്പോഴാണ് ഉള്ളിൽ നിന്നൊരു കള്ളച്ചിരി കേൾക്കണേ. അപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ ഭഗവാൻ ഒളിച്ചത്. ഹൃദയ ഗുഹര മധ്യത്തിലാണ് ഹൃദയം, ഹാർട്ടിൻ്റെ ഉള്ളിൽ. അതായത് ഹൃദയ കുഹരം ഇത്ര നീളമുള്ളൂ അവിടെ ഇരിക്കുന്ന ആ ഭഗവാന്റെ ആ ഭാവത്തിന്. അത് ആ ഹൃദയ കുഹര മധ്യൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അത്രയും സ്പേസ് നമ്മുടെ ഒന്നുമില്ലാണ്ട് നമ്മുടെ ഹാർട്ടിൽ ശാസ്ത്രജ്ഞന്മാർ വരെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് പറയണേ. മരണം സംഭവിക്കുന്നത് ഹാർട്ടിൽ നിന്നിട്ടെന്നൊക്കെ പറയണേ. അപ്പം അതിന് എന്താണ് അതിൻ്റെ എന്നുള്ളത് ഇതുവരെ അതിൻ്റെ പൂർണ്ണമായിട്ട് കണ്ടുപിടിക്കാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല. അതിനെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ട് തടയാൻ സാധിച്ചേനെ. കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ തടയാനും സാധിച്ചിട്ടില്ല. കുറച്ചൊക്കെ ഇങ്ങനെ പറയായിരിക്കും. അവിടെ ചെന്ന് ആ ഡോക്ടറെ കണ്ടു, ആ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു പോന്നു. ആയുസ് അത്രയുണ്ട്. അവിടെ ചെന്ന് കീറി മുറിക്കാനും അങ്ങനെ ഒരു യാതന അനുഭവിക്കാനുള്ള യോഗമുണ്ട്. നമുക്കൊക്കെ തോന്നണ എന്താണെന്നറിയോ? ഭാഗ്യം കൊണ്ട് ആശുപത്രിയിൽ ചെന്ന് രക്ഷപ്പെട്ടു എന്ന്. അവിടെ കൊണ്ടുവന്ന് ആ സമയത്ത് എത്തിക്കാനും രക്ഷപ്പെടുത്താനും അതൊക്കെ ഗുരുവായൂരപ്പൻ തന്നെയാണ്. അവിടെ ചെന്ന് ആ സമയത്ത് എത്രയോ പേര് അല്ലേ. കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറയാനായിട്ട് ഒരു മരം കടപഴങ്ങി വീണപ്പോൾ ആ മരം വണ്ടി അവിടെ വെച്ചിങ്ങോട്ട് നീങ്ങിയുള്ളൂ. അപ്പോഴേക്കും മരം കടപഴങ്ങി ആ വണ്ടിയുടെ മുകളിലേക്കുള്ള വീണു. ഒരു സെക്കൻഡ് കഴിഞ്ഞ് ആളതിൻ്റെ അടിയിൽ പെട്ടേനെ. എന്നാൽ വേറൊരാൾ അവിടെ നിൽക്കുന്നുണ്ട്. അയാളുടെ മേത്തൊന്നും തൊടാണ്ട് മരം അടുത്ത് വന്ന് അയാളാകെ പകച്ച് നിൽക്കണമെന്ന് പറയാനായിട്ടു. അപ്പോൾ അത് നമുക്ക് ആ സമയം അനുകൂലമായിട്ടില്ല, സമയമായിട്ടില്ലേ നമുക്ക്. അതുപോലെ ഒരു ആളുടെ കഥ, അദ്ദേഹം എവിടുന്നോ വീണ് ധാരാളം പരിക്കുകൾ പറ്റി രക്ഷയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞതാ. അത് കഴിഞ്ഞ് കുറേ കാലം ICUവിലൊക്കെ കിടന്ന് അവിടുന്നൊക്കെ രക്ഷപ്പെട്ടു പോന്നു. വണ്ടി ഇടിച്ചിട്ടെങ്ങാണ്ടാണ് പറ്റിയത്. അത് കഴിഞ്ഞ് പിന്നെ പല വിധത്തിൽ ഓരോരോ ആക്സിഡൻറ്റുകൾ ഉണ്ടായി. എന്നിട്ട് അദ്ദേഹത്തിനൊന്നും പറ്റിയില്ല. അദ്ദേഹം അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോന്നു. ഒരു ദിവസം മുറ്റത്ത് കൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് കാലൊന്ന് വഴുക്കി അവിടെ വീണു. ഒന്നും പറ്റിയില്ല. വീണു അത്രയല്ല, വീഴ്ച കഴിഞ്ഞു. എവിടെയും തട്ടലോ മുട്ടലോ പരിക്കോ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഇത് ഏത് വിധത്തിലൊക്കെയായി നമ്മളെ എങ്ങനെ വരും, എങ്ങനെ പിടികൂടും, മരണം എങ്ങനെ വന്ന് ഭവിക്കുന്നു ഒന്നും നമുക്ക് നിശ്ചയമില്ല. അപ്പം അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. നമ്മൾ പറയണു അവരുടെ കാര്യം ശരിയാണ്. ഭഗവാൻ അവരുടെ ആ രൂപത്തിലൊക്കെ വന്ന് നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങളെയൊക്കെ കുറച്ച് തരണം. ഇതൊക്കെ ഇങ്ങനെ വരണം, അനുഭവിക്കണം എന്നൊക്കെ യോഗ ഉണ്ട് നമുക്ക്. അതുകൊണ്ടാണ് ഇപ്പം ചില കാര്യങ്ങളുണ്ട്. ചില രോഗങ്ങൾ എത്ര ചികിത്സിച്ചിട്ടും ഭേദമില്ലാണ്ട് മരിച്ചു പോണവരുണ്ട്. അതേപോലെയുള്ള രോഗങ്ങൾ തന്നെ ചികിത്സിച്ച് രക്ഷപ്പെടുന്നവരുണ്ട്. ചില രോഗങ്ങൾ ഗംഭീരമായിട്ട് വന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു പ്രഭാഷണം കേട്ടായിരുന്നു. ശരത്ത് എന്ന് പറഞ്ഞ ഗുരുവായൂർ അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ശരത്ത് ഹരിദാസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അതിൽ ഒരു വയസ്സായ ഒരാളെ പരിചയപ്പെട്ട കഥ പറഞ്ഞു. ക്യാൻസർ വന്നിട്ട് ഓപ്പറേഷൻ വേണം, മരിച്ചു പോവുള്ളൂ, അധികം നാളുകളില്ല എന്ന് പറഞ്ഞു. ചെറുപ്പത്തിലെ തന്നെ അച്ഛനെയും അമ്മയൊക്കെ എന്ത് ചെയ്യും, എങ്ങനെ നോക്കും, അങ്ങനെ മറ്റുള്ള ആ കുടുംബ പ്രാരാബ്ധങ്ങളൊക്കെ ആലോചിച്ച് കരഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നിയിട്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് വരണമെന്ന്. ആ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞു. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വന്നു. മുഴുവനായിട്ട് എനിക്ക് ഓർമ്മയില്ല, കാരണം ഭഗവാന്റെ കാരുണ്യം മാത്രമേ എൻ്റെ ഉള്ളിൽ എത്തിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആ രോഗം
ഭഗവാന്റെ അടുത്ത് ഭജന എടുത്തിട്ട് പൂർണ്ണമായിട്ടും മാറിയിട്ട് 84-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിനെ കാണാനിടയായി എന്ന് പറഞ്ഞു. കോഴിക്കോട് ഇരിക്കുന്ന ഒരു അമ്മ എന്നോട് പറഞ്ഞതുപോലെ വെറും ഗുരുവായൂരപ്പൻ്റെ ആ ഗുളിക ഉരുട്ടി കഴിച്ചിട്ട് അവർക്ക് അപ്പോൾ അത് അനുഭവമുണ്ട്. അതേസമയം ഇപ്പോൾ അത് കേട്ടിട്ട് നമുക്ക് അത്രയും ഉറപ്പോട് കൂടിയിട്ട് ആ അമ്മയ്ക്കുണ്ടായ അതേ ഉറപ്പ് നമ്മുടെ ഉള്ളിലുണ്ടാവണം. ഒരു കാര്യം അത്. പിന്നെ നമ്മളുടെ ആ കർമ്മ പ്രാരാബ്ധം അതുണ്ട്. അത് എങ്ങനെയാണ് അതിനനുസരിച്ചിട്ടൊക്കെ ഇതൊക്കെ വന്നു ചേരുള്ളൂ. അപ്പം അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്നൊന്നും നമുക്കറിയില്ല. നമുക്കാകെ കൂടി ഒന്നേ അറിയുള്ളൂ, ഈശ്വരനെ ആശ്രയിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ ഈശ്വരനെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് എപ്പോഴും ഇരിക്കാനായിട്ട് നമ്മുടെ മനോമാലിന്യങ്ങൾ നീങ്ങണം. മനോമാലിന്യങ്ങൾ നീങ്ങിയാൽ മാത്രമേ മനസ്സ് ശാന്തമാവുള്ളൂ. അപ്പോഴേ സമഭാവന വരുള്ളൂ. അപ്പോഴേ നമുക്ക് ആ ഈശ്വരനോട് ആ ഈശ്വരൻ്റെ വൈഭവം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മളുടെ ആ ജീവിതം വെറുതെ പാഴാക്കി കളയാതെ കണ്ട് ഇനിയുള്ള കാലമെങ്കിലും ആ സത്യത്തിനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ. ഈശ്വരനെ ആ ഗോപികമാരുടെ ആ ഭാവത്തിൽ ഈശ്വരനെ സ്നേഹിക്കാൻ ഈ ഒരു ജന്മം സാധിച്ചില്ലെങ്കിലും ഏതെങ്കിലും ഒരു ജന്മം എങ്കിലും സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാം ആ ഭഗവാനിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് സമയം നാമം ജപിച്ച് ഇത് സമർപ്പിക്കാം. സമയം വൈകിയോന്നൊന്നും എനിക്ക് അറിയണില്ല. എത്ര മണിയായോ? 4 മണിയായോ? അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം നാമം ജപിച്ചുകൊണ്ട്, കാരണം എപ്പോഴും പറയും ഓരോന്നിനും ഓരോ നിമിത്തമാണ്. ഇതിപ്പോൾ ഇവിടെ ഇപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ പറയാൻ ഉള്ളത് ഈശ്വരൻ്റെ നിമിത്തമാണ്. അതിന് എന്തെങ്കിലും ഒരു നിമിത്തം ഉണ്ടാവും, അതിനോടനുബന്ധിച്ച് നമ്മൾ പറയും. ഇവിടെ ഇരിക്കണ നമുക്ക് തോന്നും നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് പറയണ്ട നമ്മളോടാണ്. പക്ഷേ എത്രയോ അനുഭവങ്ങളുണ്ടാവും. പുറമേ നിന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞതാ എന്ന് പറയാൻ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഭഗവാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഉള്ളിലിരുന്ന് ഓരോരുത്തരുടെ ഉള്ളിലിരുന്ന് ഓരോരുത്തരെ കൊണ്ട് പറയിക്കുന്നതും ചെയ്യിക്കുന്നതൊന്നും നമുക്ക് നിശ്ചയമില്ല. പക്ഷെ അതെല്ലാം ഈശ്വരൻ്റെ കാരുണ്യമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതിനാണ് നമ്മുടെ ആ നാമജപം. നാമം ജപിച്ച് മനസ്സ് ആദ്യം പരിശുദ്ധമായി തീരട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലെ മനോമാലിന്യങ്ങളൊക്കെ തീങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നാമം ജപിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രഥീശ്വര സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരയേ നമഃ ശ്രീഹരേ നമഃ ഹരേ ഗുരുവായൂരപ്പ ശരണം ഹരേ ഗുരുവായൂരപ്പ ശരണം നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണായ ഗുരു ഭഗവൻ നമസ്തേ ജയ് ജയ് ശ്രീ രാധേശ്യ ജയ് ജയ് ശ്രീരാധേശ എല്ലാ
സജ്ജനങ്ങളുടെയും പാദത്തിൽ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. എല്ലാവരെയും ഒരുപോലെ നിസ്വാർത്ഥമായിട്ട്, നിഷ്കപടമായിട്ട്, നിഷ്കളങ്കമായിട്ട് സ്നേഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതുപോലെ ഓരോ നമ്മളുടെ ഓരോ നാമജപവും നമ്മളെ കൂടുതൽ കൂടുതൽ ഭക്തിയിലേക്കും ശ്രദ്ധയിലേക്കും എത്തിക്കാൻ ശ്രീ ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്നെല്ലാം ആത്മാർത്ഥമായിട്ട് ഭഗവാന്റെ പാദത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. രാധാറാണിയുടെ പാദങ്ങളിൽ വീണ് നമിച്ചുകൊണ്ട് നമുക്ക് ഭക്തിക്കായിട്ട് രാധാറാണിയെ പരമപ്രേമ ഭക്തി ഉണ്ടാക്കി തരണേ. ഗോപികമാരുടെ ഭക്തിയെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞു. രാധയാണ്, പരമപ്രേമമായ രാധയാണ്. ഓരോ ഗോപികമാരിലും നിറഞ്ഞു നിന്നത് ആ രാധ തന്നെയാണ്. ധാര പോലെ ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് ഒഴുകിയത്. അപ്പം അതുകൊണ്ട് ആ ഒരു പ്രേമഭാവം നമ്മുടെ ഉള്ളിലുണ്ടാവട്ടെ എന്ന് രാധാറാണിയോട് പ്രാർത്ഥിക്കാം. കൈതൊഴാം പരമേശ്വരി കൃഷ്ണ പ്രാണാധിക പ്രിയേ പ്രസാദിക്കുക ലോകമാതാവേ കരുണാർണവേ ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാത്താരഴും ശുഭേ തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗപത്മാവതീ രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി നമിക്കുന്നേ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി ഭവക്കടലിൽ നിന്നെ സദയം കരേറ്റണേ ഗോലോകനാഥയം രാധാദേവിയെ കൈതൊടുന്നു ബർഹാവീടം നടവരവപുകർണയോ കർണികാരം ബിഭ്രദ്വാസക്കരകടവിഷം വൈജയന്തിം ച മാലാം രന്ധ്രാം വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപകരമണം പ്രാവിശദ്ഗീതകീർത്തിം ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴുന്നു പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദരീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ നമസ്തേ. ആരോടുമുള്ളിൽ പകയേശിടാതെ എല്ലാവരും ചൊല്ലു. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടു വലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമദീയ ജന്മം ശ്രീ ഗുരുവായൂരപ്പ ശരണം.